എന്താ ഒരു കണക്ക് ടീച്ചറുണ്ട്. ഇങ്ങനൊന്നും ഞാൻ പറയട്ടെ. പണ്ടത്തെ പോലൊന്നും അല്ല ആശാനെ, മൊത്തം പെമ്പിള്ളാരാ. ആടാ ഞാൻ കണ്ട് അനക്ക് എടുത്ത കണക്ക് ടീച്ചറുണ്ട്. ഞാൻ ചോദിച്ചു ഓക്ക് കുറക്കലാന്ന് തോന്നുന്നില്ല ഏറ്റവും ഇഷ്ടം. നീ കണ്ടേ വീട്ടിലെ സെറ്റപ്പാ. കണക്ക് ടീച്ചറുണ്ട്, പിന്നെ മറ്റേ വേറെ കുറെ ടീച്ചറുണ്ട് ഇടാ. ഞാൻ ചോദിച്ചു എനക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അഡ്മിഷൻ തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഒന്നുമില്ലെങ്കിലും കണക്കെടുക്കും പഠിക്കാൻ വേണ്ടി വിട്ടാ മതി. ഓ കണക്ക് പഠിച്ച് ഇവിടെ പഠിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സിറ്റിയിലുള്ള മൊത്തം ചിക്സ് ഇവിടെ വരാറുണ്ട്. പഠിക്കാൻ വേണ്ടിട്ടാ അല്ല, പഠിക്കാൻ ഇവിടെ കൊച്ചു പിള്ളേരല്ലാതെ ആരാ വരുന്നത്? കൊച്ചു പിള്ളേരുടെ സ്കൂളല്ലേ? പിള്ളേരാകെ ആ ചന്ദ്രന്റെ മൊണ്ണ മാത്രമേ ഉള്ളൂ. അതിനാണെങ്കിൽ പഠിക്കാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. ചന്ദ്രന്റെ തലയായിരിക്കൂലേ ഈ പറഞ്ഞ കണക്ക് ടീച്ചറേ ചന്ദ്രന്റെ ഭാര്യയാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അത് ശരി. ഒരു നീലമുടി. അയ്യോ, അത് അലീനയാ. അത് ചന്ദ്രന്റെ. അത് ശരി. ഇവനല്ലേ പേരിന് മാത്രമുള്ള ആശാനെ. അവനാ കഴിവൊന്നുമില്ല, മനസ്സിലായ? അപ്പൊ കൊഴപ്പില്ല. പക്ഷെ ഈ ബാലനെല്ലാം എങ്ങനെയാടാ ഇങ്ങനത്തെ പെണ്ണിനെ കിട്ടിയേ? ഞാനും ആലോചിക്കുന്ന ആശാനെ, എങ്ങനെ ഇവർക്കൊക്കെ സിറ്റ് ആയത്? അതന്നെയല്ലേ പറയുന്നു. ഇവിടെ ബാലന് വരെയായി. ഇവിടെ എന്ന് പറഞ്ഞ ആശാനെ ഇപ്പൊ ഈ ലുക്സിലും നമ്മുടെ പ്രവൃത്തിയിലൊന്നും അല്ല. മറ്റേ പൂക്കി ഡ്രസ്സൊക്കെ ഇട്ട് 24 മണിക്കൂർ ഇവിടുമായിട്ട് തോലിപ്പിച്ച് നടക്കണം. അങ്ങനെ വാങ്ങണമെങ്കിൽ മാത്രമേ പെണ്ണൊക്കെ കിട്ടുള്ളൂ. അത് നമുക്ക് ശരിയാവില്ല വാസേ. പിന്നെ നമുക്ക് എന്തോരം 100 കൂട്ടം കാര്യങ്ങളുണ്ട്. എനിക്കെല്ലാം എത്ര വയസ്സായി, എനക്കെല്ലാം പിന്നെ ഒപ്പിക്കാന്ന്. എനിക്കൊന്നും തീരെ പറ്റൂല. ഇതാ മുടിയെല്ലാം നന്ന പറ്റ പോയിന് കേട്ടാ. മുടിയെല്ലാം പണ്ടത്തെ പോലെ നല്ലല്ലേ. പെണ്ണിനെ കുറിച്ചിട്ട്